എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബീഫ് കറിയാണ്. ഒരു സ്പെഷ്യൽ ബീഫ് കറി റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ പോത്തിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഒരു വലിയ ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, നല്ല കളറുള്ള മുളക് പൊടി എടുത്താൽ കറിക്കും നല്ല കളർ ഉണ്ടാവും. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കുക. അതിന് ശേഷം ഒരു കുക്കർ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓൾറെഡി നമ്മൾ ബീഫിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ഇതിൽ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്ലാസിൻ്റെ പകുതി വെള്ളം മതി, ഒരുപാട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട. വെള്ളം ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ആദ്യത്തെ ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ അടിച്ചെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിലൊക്കെ അടിച്ചാൽ മിക്കവാറും ഉള്ള ബീഫ് നന്നായി വെന്ത് കിട്ടും. സ്ലോ കുക്ക് ചെയ്തെടുക്കണം. ഏറ്റവും ചെറിയ തീയിലിട്ടാണ് ബീഫ് വേവിച്ചെടുക്കേണ്ടത്. ആദ്യത്തെ 2 വിസിൽ മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 എണ്ണം അടുപ്പിക്കുക. കറി തയ്യാറാക്കാൻ വേണ്ടി ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിൽ വെക്കണം എന്നില്ല, ഏത് പാത്രത്തിലും വെക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ചെറിയുള്ളി നന്നായി വഴണ്ടു വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളകും നല്ലതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേർക്കേണ്ടത് തക്കാളിയാണ്. 2 വലിയ തക്കാളി, അതും പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. ഈ ഒരു ബീഫ് കറിയുടെ ടേസ്റ്റ് തന്നെ ഈ അവസാനം ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു തക്കാളിയാണ്. നല്ലതുപോലെ പഴുത്ത് നല്ല വലിയ 2 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അതും ചെറുതായി മുറിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിനി നല്ലതുപോലെ വെന്ത് വരണം. നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ട് മാത്രം ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, കൂടാതെ ഇതിലേക്ക് കൂടി ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഉപ്പ് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. തക്കാളിയും നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി നല്ലൊരു മണം വരാൻ തുടങ്ങും. ആ ഒരു സമയത്താണ് ബീഫ് ചേർത്ത് കൊടുക്കേണ്ടത്. ബീഫ് വെന്ത് വന്നപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ബീഫ് മാത്രം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ബീഫ് വേവിച്ച അതേ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഏകദേശം ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കൺസിസ്റ്റൻസി. ആ ഒരു തക്കാളി കൂടെ ചേരുമ്പോൾ ഗ്രേവിക്ക് നല്ലൊരു കുറുകലുണ്ടാവും. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ ഒരു പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് ഒട്ടും മധുരിപ്പൊന്നും ഉണ്ടാവില്ല. ആ ഒരു ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടും. അതിന് വേണ്ടി മാത്രമാണ്. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നാടൻ രുചിയിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കറിവേപ്പില ഇടുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും. അതുപോലെ തന്നെ ഒന്നങ്ങ് തിളച്ച് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതുപോലെ ഒന്ന് വിതറിക്കൊടുക്കാം. അതിന് ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപടി ഒന്ന് മൂടി വയ്ക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടി ആക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയതിന് ശേഷം ഈ സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാം. പക്ഷേ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ടേസ്റ്റിൽ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല രുചിയിൽ ബീഫ് തയ്യാറാക്കിയെടുക്കാം. പോത്തിറച്ചിയാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ വെക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.